ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു വീഡിയോ. പിന്നെ എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ നമ്മൾ വാപ്പിച്ചിൻ്റെ ഇവിടെ വാപ്പിച്ചി 2 ദിവസമായി വന്നിട്ട്, ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് പോകുള്ളൂ അല്ലേ? ഇല്ല, മറ്റന്നാ പോണം. എന്താ മറ്റന്നാ മോൻ്റെ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും പോവാ? എല്ലാം ഉമ്മച്ചിനെ കൊണ്ടുവരാം. കുറച്ച് ദിവസം നിന്നിട്ട് പോകുള്ളൂ. ഓക്കെ മാലി, ഇവിടെ വന്നേ, ടാറ്റ കൊടുത്തേ. ബൈ ബൈ, സീ യു. അമ്മത്തെ അടുക്കളയിൽ കാര്യമായിട്ടുള്ള പണിയില്ലാട്ടാ. അത് നോക്കാം എന്നിട്ട് അവിടെ പരിപാടിന്ന്. എനിക്ക് തോന്നുന്നു കുറച്ച് ചിക്കനൊക്കെ വാങ്ങി വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നശിപ്പിക്കാനുള്ള പരിപാടിയാണ് തോന്നണേ. എന്തിട്ട് സ്പെഷ്യലി? ചിക്കൻ വായിലേക്കാണല്ലോ അതിൻ്റെ സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാന്ന് പറയണേ. പിസ്സ ഉണ്ടാക്കുന്നത് എന്താ വായിലേക്കാൻ കൊള്ളു? അതൊക്കെ നമ്മളെ മരുള്ള അടിപൊളി പൊന്നിക്കല്ലേ? എല്ലാരും കാണട്ടോ വീഡിയോ കൂടെ. എന്തിനൊക്കെയാ പിസ്സയുടെ പ്രിപ്പറേഷൻ? ഇത് ചിക്കൻ വെറുതെ ഉപ്പുമുളക് മഞ്ഞപ്പൊടി ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെറുതെ പൊരിക്കണം. ശാലോ ഫ്രൈ. അത് കഴിഞ്ഞാ ഇത് മറ്റേ ക്യാപ്സിക്കം ഐറ്റംസ് ഒക്കെ കുറവ് തട്ടിക്കൂട്ടും. തട്ടിക്കൂട്ടാ. ഇത് മറ്റേ ഒനിയൻ, ഇത് ക്യാപ്സിക്കം, പിന്നെ ചീസും സോസൊക്കെ ഉണ്ടാക്കണം. സോസിന് വേണ്ടി ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്നു. ഉണ്ടാക്കുന്നു. ഇവിടെ കുറെ പേരില്ലേ? അത് 3 ആളുള്ളൂ. ഇത് മതി. ഇത് കൊറേ ഇതിനില്ല, കുറച്ചുള്ളൂ. ഏതെടുക്കാൻ? ചിക്കനും ചെറിയൊരു ശാലോ ഫ്രൈ മതി. നോക്കട്ടെ. ഇവെന്തോ നോക്കാന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് എടുത്തെടുത്ത് അത് മൊത്തം കഴിയും. എന്നിട്ട് ഏറ്റവും സാധനം പിസ്സയിലാകെ 4-5 പീസ് ചിക്കനും ഉണ്ടാവും. ഇത് മതി. ഓക്കെ, സോസ് ഉണ്ടാക്കാം. സോസ് എങ്ങനെ ഉണ്ടാക്കാം? നോക്ക്, കണ്ണൊന്ന് തെറ്റിയാ പലക്കും ചിക്കൻ. എന്ത് സാധനം! പിസ്സ സോസ് എങ്ങനെയാ നോക്കട്ടെ. അതായത് മറ്റേ ഉറക്കറ കേൾക്കണില്ല. തക്കാളി പുഴുങ്ങി അതിന്റെ തൊലി എടുത്ത തക്കാളിയുടെ ഒപ്പം ഈ വറ്റൽ മുളകും പുഴുങ്ങ, ഈ എന്നിട്ട് ഞങ്ങൾക്കറിയില്ല. വെളുത്തുള്ളിയും പുഴുങ്ങ, എന്നിട്ട് ചൂടാറിയിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യാം. ഇനി ബ്ലെൻഡ് ചെയ്തിട്ട് കാണാം. എന്ത് മണത്തോ? അത് വറ്റൽ മുളക് അടിച്ചിട്ട് ആരെങ്കിലും തുറന്നു മുളക് മാത്രല്ല, ഞാൻ അതിന്റെ മണം നോക്കിയായിരുന്നു. വറുത്ത് വെച്ചിട്ട് ഇവിടെ എടുത്ത് കഴിക്കും. ഇതന്നെ സ്ഥിരം പരിപാടിയും. നമ്മ വെറുതെ പോസ്റ്റ് ആയിരിക്കണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ വറുത്ത് കാണുമ്പോ കഴിക്കാലോ. പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. അത് പറയാം, ഡൊമിനോസിൽ നിൽക്കണ ആളല്ലാന്ന്. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉണ്ടാക്കുമ്പോ സെറ്റായിട്ട് ഉണ്ടാക്കണം. അതിൽ തന്നെ നമ്മൾ സോസ് ഉണ്ടാക്കാം. മാലി വാപ്പിച്ചിനെ അന്വേഷിച്ച് പോയിട്ടാ. വാപ്പിച്ചിനെ കാണത്തിന് ഭയങ്കര വെച്ചിരി. നോക്കട്ടെ എവിടെയൊന്നും. അതെ, അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മുമ്പൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇൻട്രോ പറയാറുള്ളത് പലപ്പോഴും ഇടുന്ന. അപ്പോൾ ഈ ഏരിയയിലൊക്കെ മുഴുവൻ ചെടികളായിരുന്നു കേട്ടോ. സൈഡ് മുഴുവൻ ചെടികളായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ചെടികൾ വയ്ക്കുമ്പോഴേ മഴയൊക്കെ അല്ലേ, പിന്നെ വീടിൻ്റെ ഉള്ളിൽ കൊതു കുറേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് ചെടിയൊക്കെ എടുത്ത് മാറ്റി നമ്മളിത് കുറച്ച് അവിടെ വെച്ചു. ഈ സൈഡിൽ കണ്ട ഈ ഏരിയയിൽ വെച്ചു. അതുപോലെ തന്നെ കുറേയൊക്കെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും വെച്ചുവിടാം. അപ്പോൾ ഈ ഇലകളിലൊക്കെ വന്നിങ്ങനെ കൊതു വന്നിരിക്കുമ്പോഴേ, ഇപ്പോൾ മാലി പുറത്തൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ല എല്ലാം കുത്തുണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഏരിയ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കി നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നീറ്റായിട്ടാ, അടിപൊളി. ഇവിടെ നോക്കിയ പാവം അപ്പിച്ചിട്ട് ഓടിപ്പിക്കട്ടെ. ഇരിക്കല്ലേ വയണ്ടയ്യ കതച്ചു. മതി മതി ആ പോവാ. പാപ്പിച്ചിക്ക് വയ്യണ്ടായി. മാലിനെന്താ വിളിക്കണേ പാപ്പിച്ചിനെ? മോജിന്ന്. മോനെ മോനെ മോനേന്ന് മാത്രം വിളിക്കുള്ളൂ. അടിക്ക്
അടിച്ചാ പാപ്പിക്ക് അടിച്ചിട്ട് കൊടുക്കും. വാപ്പിച്ച് വയ്യാണ്ടായിട്ടാവും മാലിക്ക് വാപ്പിച്ച് വന്നതിന് ശേഷം വേറെ ആരും വേണ്ട, ഞാനും വേണ്ട, അവളും വേണ്ട, ആരും വേണ്ട. ഫുൾ ടൈം വാപ്പിച്ച് മാത്രം മതി. വാപ്പിച്ച് പോകുമ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും, കടയിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെ എപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കും. ബബ്ബാന്ന് വിളിച്ച് വരുന്നത് എൻ്റെ അടുത്തേക്കല്ല, വാപ്പിച്ച് എടുത്തേക്ക് പോകണം. നേരെ വാപ്പിച്ച് എടുത്തേക്ക് പോകും. അത് എന്നാ നോക്കിയേ, ഒരാൾ രക്ഷപ്പെട്ട് കുറച്ച് നേരം. 2 ദിവസമായിട്ട് വാപ്പിച്ച് വന്ന ശേഷം കൊച്ചിനെ നോക്കണ്ട വന്നിട്ടില്ല കറക്റ്റ് മൊബൈലൊക്കെ. വാപ്പിച്ച് വന്നാൽ നമ്മളെടുത്ത് പോയിട്ടില്ല, നമ്മുടെ പണി നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. പിന്നെ വാപ്പിച്ച് ഉറങ്ങണം സമയത്ത് ഞാൻ അടുത്തും വരാം, അല്ലെങ്കിൽ വാപ്പിച്ചിന് ഉറക്കൂല സമയത്ത് ഞാൻ അടുത്തും വരാം, അല്ലെങ്കിൽ വാപ്പിച്ചിന് ഉറക്കൂല. മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാൻ 3 മുട്ട പൊട്ടിക്കാനാണ് ഇത്രയും വലിയ പാത്രം. അതിൽ ഇതിൽ ബ്രെഡ് മിക്സ് ചെയ്യണം. ആണോ? അമ്മത്തിന്റെ വേറൊരു സ്പെഷ്യൽ സാധനം ഉണ്ടെന്ന്. എന്തിനാ? എവിടെ? അമ്മത്തിന്റെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന്. എവിടെ? അതന്നെ സേമിയ പായസം. അടിപൊളിയുണ്ട. സത്യം പറഞ്ഞാൽ സേമിയ പായസം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഒന്നും വിചാരിക്കും ഡയറ്റ് തുടങ്ങണം. അപ്പോൾ നമ്മന്ന് പറയും നാളെ ഡയറ്റ് തുടങ്ങും, അല്ലെങ്കിൽ വേണ്ട മറ്റന്നാൾ ഡയറ്റ് തുടങ്ങും. പിന്നെ ഓരോ ദിവസം നാളെ നീളെ പോവാന്ന് പറഞ്ഞാൽ ഓരോ ദിവസം നീണ്ടു പോവാ. ഇവളെടുക്കും, പക്ഷെ മന്തി കണ്ട ഡയറ്റും ഉണ്ടാവില്ല. എന്നിട്ട് ഇത് പാലും കട്ടെ ഹോം മെയ്ഡ് ചീസ് 5 ലിറ്റർ പാല് കൊണ്ട് ഉണ്ടാക്കിയാട്ടാ. ആകെ ഇത്രയേ ഉള്ളൂ, എടുത്തുള്ളൂ. 3 കുപ്പിയാ. 5 ലിറ്റർ പാല് വാങ്ങിട്ട് ആകെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ചീസ് നോക്ക്. ആകെ 7 രൂപ കൊടുത്തതിനകത്തിന് വലിയ ചീസ് കിട്ടും അവിടെ. പാല് നിർത്തണ്ടായിരുന്ന തോന്നണേ. ഇതെന്തൊരു ഹോം മെയ്ഡ് ഉണ്ടാക്കിയേക്കണവിടെ. ബേസാ പിസയുടെ ബേസ് അതിനാണ് 5 ലിറ്റർ പാല് വാങ്ങിയത് നമ്മള്. കണ്ട റെഡിക്ക് പാല് കട്ടയിന് പാല് ഉണ്ടോ മണന്നോട്ടെ അതുണ്ടാക്കി ചീസിന്റെ മണം നോക്കണ്ട. ഐസിന്റെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഐസ് സാധാരണ വേറെ ഒന്നുമില്ല. കലാവിരുദ്ധം പഠിക്കണം എവിടെയെങ്കിലും പോയിട്ട്. കരിഞ്ഞ് ഓക്കെ. നമുക്ക് ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കാം. അപ്പൊ നമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്യാസ് കുറവായിരിക്കണം. ഇങ്ങനെ കുത്തണമെന്നൊന്നുമില്ല, പക്ഷെ എന്റെ ഒരു സമാധാനത്തിന് കുത്തുന്നു എന്നുള്ളൂ. എടി നീ ഇത്ര കാട്ടിട്ട് ആഗ്രഹം ഉണ്ടാക്കണുള്ളൂ. 16 ഇതൊരാഗ്രഹിക്കാനുള്ളൂ. എത്ര നേരം ഉണ്ടാക്കിട്ട് ആഗ്രഹം ഉണ്ടാകും. 2-3 ഉണ്ടാക്കിയോടെ ചീസ് എടുത്തതിന് മുകളിലിരുന്ന്. സോറി സോസ് ആവശ്യത്തിന് ഇടാൻ പാടുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ കേക്കണില്ലേ? എന്തിനാന്ന് ആവശ്യത്തിന് ഇടാൻ പാടുള്ളൂ. ആവശ്യത്തിൽ ഇത് കൂടുതൽ ഇട്ടാലേ ഒരു രസം ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി ഒറ്റക്ക് കഴിഞ്ഞോട്ടുണ്ടാക്കിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടി വെച്ചു. ആ സമയത്ത് നമ്മ തല്ലുപിടിക്കുന്നു. തല്ലുപിടിക്കുന്ന സമയം ഞാൻ കഴിച്ചില്ല ദേഷ്യം, കാരണം എനിക്കൊന്നും വേണ്ടെന്ന് വന്ന് പോയി. ഇടക്കത് മുഴുവൻ എടുത്ത് കഴിച്ചു. എനിക്ക് വെച്ചില്ല. എന്ത് സാധനല്ലേ കഴിക്കരുത് ചോദിച്ചു. അപ്പൊ വേണ്ട ഓക്കെ. കണക്കണ്ട ആൾക്കാരൊക്കെ അറിയട്ടെ. കണ്ടില്ലേ മെൽറ്റ് ആവണ ഇല്ല, നീ ഉണ്ടാക്കിയതായി കാരണം മെൽറ്റ് ആവാത്ത. ഇത് ഇത്ര മതി. ഇനി കത്തി ടോപ്പിങ്സും ആഡ് ചെയ്യാം. കുറച്ച് ക്യാപ്സിക്കം വലിയ മറ്റൊരില്ലേ ഇംഗ്ലീഷുകാര് പിന്നെ ബെൽ പെപ്പർ എന്ന് കേട്ടില്ല. എന്താന്ന് ഇതൊക്കെ പറഞ്ഞേ? ഇവരോട് പറ എന്നിട്ടാന്ന്. തെറ്റാണെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അടുത്തത് ചോപ്പ്ഡ് ഒനിയൻ. ഇംഗ്ലീഷൊക്കെ വീട് എടുക്കല്ലേ, അത് കാരണം ഇംഗ്ലീഷിലേക്ക് ഇപ്പം ഫുള്ള് ഇങ്ങനെ വർത്താനം പറയാൻ അറിയുന്നവർക്ക് അറിയാം. കഴിയാറായ മോളെ? കഴിഞ്ഞു പറയുന്നുണ്ട്. പോയി സാധനം നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്, വായിലേക്കാൻ പറ്റുമെന്ന്.
എന്തിട്ട് കേട്ടില്ലേ ഹോം മെയ്ഡ് ചീസ് തന്നെ അരിയില്ല എന്നാ കട്ടറൊന്നുമില്ല അതുകൊണ്ട് മുറിച്ചു. കാണാൻ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഞാൻ പറയാം കാണാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യടാ. അമ്മത്തുന്റെ സ്പെഷ്യൽ പിസ്സ കട്ട് ചെയ്യാൻ എന്നെ വിളിച്ചേക്കട്ടാ, നോക്കാം എങ്ങനെയുണ്ട്. പിസ്സ കട്ടറൊക്കെ ഉള്ളതുകൊണ്ട് സൂപ്പർ ആയിട്ട് ആക്കിയിട്ടില്ല കട്ടറ അളവ് കറക്റ്റ് ആക്കണ. കൊള്ളാക്കരുത്തിട്ട ചമ്മന്തി ആക്കരുത്. എനിക്കിത് കട്ട് ചെയ്ത് പരിചയമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണ്ട എങ്ങനെയുണ്ട് കാണാൻ എങ്ങനെ കമന്റ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഞാൻ പറയാം. നമുക്ക് ആദ്യത്തെ പീസ് വാർച്ചയ്ക്ക് കൊടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടാ. അത് ചെറിയ പീസ് എടുത്തേ പിടിച്ചെടുക്കല്ലേ. അല്ലോ ഇങ്ങോട്ടേട്ടാ കഴിച്ചോട്ടെ ഏട്ടാ, എന്നിട്ട് പറയാട്ടാ. സൂപ്പർ അടിപൊളി സംഭവത്തെ പറയരുത്. സംഭവം നന്നായിട്ടുണ്ട്, കണ്ടത് നല്ലത് തന്നെ പറയണം. നല്ലതെന്ന് തന്നെയാ പറയുന്നത്. ടേസ്റ്റ് പോകും. കുഴപ്പമില്ലാടാ, നന്നായിട്ടുണ്ട്. ഒന്ന് വെച്ചിട്ട് വലിയ സെറ്റപ്പല്ല. ഡൊമിനോസ് അല്ല, ഡൊമിനോസ് ആവില്ല, നമുക്കറിയാലോ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നമുക്കൊരു 10 ആദ്യം കൊടുക്കും. 10 കപ്പിലൊരു 8.5. ബാക്കി 1.5 എവിടെ? 1.5 ഞാൻ പറയുന്നു. പിന്നെ ഞാനൊരു 7.5. അപ്പൊ 2.5. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സെറ്റ് ഫാമിലിക്ക് ഒപ്പം കൂടിക്കോളൂടാ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് അപ്പത്തിന്റെ കുക്കിംഗ് ആയിടുന്നൊന്ന് രേഖപ്പെടുത്തിയോളൂടാ. വലിയ കുഴപ്പമില്ല. മാലിക്കുട്ടി വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.